പതിറ്റാണ്ട് മുൻപ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ തെരുവിൽ പ്രതിഷേധിച്ച ABVP വിദ്യാർത്ഥി ഇന്ന് അതേ സംഭവത്തിൽ കേന്ദ്ര മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തേക്ക്. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഒടുവിൽ സംഭവിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ നിർബന്ധിതനായി. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി. 1997 ഒഡീഷയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലം. അന്ന് ചോദ്യപേപ്പർ ചോർന്നപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1500ഓളം വിദ്യാർത്ഥികളെ അണിനിരത്തി സമരം നയിച്ച ABVP ദേശീയ സെക്രട്ടറിയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിഷേധത്തിനു നേരെ പോലീസ് ക്രൂരമായ ലാത്തിചാർജ് നടത്തി. ധർമ്മേന്ദ്ര പ്രധാന്റെ എല്ലുകൾക്ക് പൊട്ടലേൽക്കുകയും വലിയ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു. ആ പോരാട്ടം പിന്നീട് ഒഡീഷയിൽ BJPക്ക് സംഘടനാപരമായ അടിത്തറയുണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ചു. ധർമ്മേന്ദ്ര പ്രധാനെ BJP നേതൃത്വത്തിലേക്ക് എത്തിച്ചതും ആ പോരാട്ടം തന്നെ. കാലം തിരിച്ചുവെച്ച വിധി പോലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും കൊടുങ്കാറ്റടിച്ചപ്പോൾ വിചാരണ നേരിടേണ്ടി വന്നത് അന്ന് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച അതേ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ. അന്ന് സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ വിദ്യാർത്ഥി നേതാവ്. ഇന്ന് സമാന വിഷയത്തിൽ ജനരോഷം അണപൊട്ടി പ്രതിക്കൂട്ടിലായി. CJP വിദ്യാർത്ഥി പ്രക്ഷോഭം ജന്തർ മന്ദറിൽ തുടങ്ങി രാജ്യം മുഴുവൻ പടർന്നു പിടിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനും സമ്മർദ്ദം കൂടി. രാജി ആവശ്യത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് CJP നിലപാട് ഉറപ്പിച്ചതോടെ BJPക്ക് വേറെ വഴിയില്ലാതായി. ഒടുവിൽ രാജിവെച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലൂടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ നേതാവ് അതേ വിഷയത്തിൽ പടിയിറങ്ങേണ്ടി വന്നത് ചരിത്രത്തിലെ കൗതുകകരമായ ഒരു അധ്യായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.